ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രൈസ്തവ സഭ വലിയ നോമ്പിന്റെ കാലത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയും പീഡാനുഭവവും ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ധ്യാനിച്ചുകൊണ്ട് ആ അനുഭവത്തോട് ഏകീഭവിച്ച് ജീവിക്കുവാൻ വിശ്വാസ സമൂഹത്തെ ഒരുക്കുന്ന സന്ദർഭമാണ് നോമ്പുകാലം. നോവിന്റെ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഈ ദിനങ്ങൾ സ്വയത്തിൽ നിന്ന് അകലുന്നതിൻ്റെയും അപരനോട് അടുക്കുന്നതിൻ്റെയും നോവ്. ഈ കാലം ഒരു സ്വയം വായനയാണ്. സ്വയമായി വായിക്കുക എന്നല്ല, സ്വയത്തെ വായിക്കുക എന്നതാണ്. ക്രൂശിലെ നൊമ്പരങ്ങൾ നമ്മുടെ നൊമ്പരങ്ങളായി മാറണം. കൈമോശം വന്ന നല്ല ബന്ധങ്ങൾ, ശീലങ്ങൾ തിരിച്ചു പിടിക്കണം. അത് വലിയൊരു ആർജവത്തിൻ്റെ നാളുകളായി മാറുകയും വേണം. അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുക എന്നതാണ് നോമ്പിൻ്റെ ആഹാരം. ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എന്നെ നിലനിർത്തിയവനിലേക്ക് ഇനി എത്ര ദൂരം ബാക്കിയുണ്ടെന്നും തിരിച്ചറിയണം. ഈ നോമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട ചില രുചികൾ പിടിയുക മാത്രമല്ല, ജീവിതത്തിൻ്റെ യഥാർത്ഥ രുചികൾ കൈവരിക്കണം. കനാവിലെ കല്യാണ ഭവനത്തിലെ അപ്രതീക്ഷിതമായ കുറവിനെ പരിഹരിച്ച് ആ കല്യാണ വിരുന്നിനെ തൻ്റെ നിറവിൻ്റെ അനുഭവമാക്കി മാറ്റി. വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കുറവുകളെയും വേദനകളെയും അറിയുന്ന ഒരു കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് എന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാവണം. അതിന് ഈ നോമ്പുകാലം പ്രാർത്ഥനയുടെയും സ്വയത്തെ തിരിച്ചറിയുന്നതിൻ്റെയും ജീവിതാനുഭവങ്ങളെ, കൈമോശം വന്നുപോയ ചില രുചികളെ നേടിയെടുക്കുന്ന ഒരു അനുഭവമായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ മാർത്തോമ യുവജന സഖ്യം മലപ്പേരൂർ അവതരിപ്പിക്കുന്ന പാതയം 2026 നോമ്പ് ധ്യാനങ്ങൾ അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ദൈവം നിങ്ങളെ കൂടുതലായി ശക്തീകരിക്കട്ടെ. ആമേൻ.